വായ്പ തിരിച്ചടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട കേസിൽ നടികർ തിലകം ശിവാജി ഗണേശന്റെ വീട് കണ്ടുകെട്ടാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ജഗജല കില്ലാടി എന്ന സിനിമയുടെ നിർമ്മാണത്തിനായി വാങ്ങിയ 4 കോടി രൂപ തിരിച്ചടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഹൈക്കോടതി ഉത്തരവ്. ശിവാജി ഗണേശന്റെ ചെറുമകനായ നടൻ ദുഷ്യന്ത്, ഭാര്യ അഭിരാമി എന്നിവർ പങ്കാളികളായി നടത്തിയിരുന്ന ഈസൺ പ്രൊഡക്ഷൻസ് എന്ന നിർമ്മാണ കമ്പനിക്കെതിരെയാണ് നടപടി. ഈ കമ്പനി വഴിയാണ് ദുഷ്യന്ത് ജഗജല കില്ലാടി എന്ന സിനിമ നിർമ്മിച്ചത്. വിഷ്ണു വിശാലും നിവേദ പൊതുരാജുമാണ് ചിത്രത്തിൽ നായകനും നായികയുമായി അഭിനയിച്ചത്. സിനിമ നിർമ്മിക്കുന്നതിനായി അവർ ധനപക്യം എന്റർപ്രൈസസിൽ നിന്ന് 3,74,75,000 രൂപ വായ്പ എടുത്തിട്ടുണ്ട്. ഈ വായ്പ 30% പലിശ സഹിതം തിരിച്ചടയ്ക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ദുഷ്യന്തും ഭാര്യ അഭിരാമിയും ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ വായ്പ തിരിച്ചടയ്ക്കാത്തതിനാൽ വിഷയം പരിഹരിക്കുന്നതിന് വിരമിച്ച മദ്രാസ് ഹൈക്കോടതി ജഡ്ജി രവീന്ദ്രനെ മധ്യസ്ഥനായി നിയമിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിൽ അന്വേഷണം നടത്തിയ രവീന്ദ്രൻ പലിശയുൾപ്പെടെ 9,02,40,000 രൂപ വായ്പാ തുക ഈടാക്കുന്നതിനായി ജഗജല കില്ലാടി എന്ന സിനിമയുടെ എല്ലാ അവകാശങ്ങളും ധനപക്യം എന്റർപ്രൈസസിന് കൈമാറാൻ 2024 മെയ് മാസത്തിൽ ഉത്തരവിട്ടു. ആ ഉത്തരവ് പ്രകാരം സിനിമയുടെ അവകാശങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടപ്പോൾ ചിത്രം പൂർണ്ണമല്ലെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു. തുടർന്ന് ഈടായി വെച്ചിരുന്ന ശിവാജി ഗണേശന്റെ വീട് ലേലം ചെയ്ത് കണ്ടുകെട്ടാൻ ധനപക്യം കമ്പനിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഈ ഹർജിവാദം കേട്ടപ്പോൾ ആണ് തിലകം ശിവാജി ഗണേശന്റെ വീട് കണ്ടുകെട്ടാൻ ജഡ്ജി ഉത്തരവിട്ടത്. കേസിന്റെ വാദം കേൾക്കൽ മാർച്ച് 5 മാറ്റിയിട്ടുണ്ട്.